ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർത്ത് പാർട്ടിലെ സെക്കൻഡ് സെഷനാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് MPPTനെ പറ്റി പറഞ്ഞു. അപ്പോൾ MPPT നമ്മളിങ്ങനെ എന്തൊക്കെ കോൺഫിഗറേഷൻ കാര്യങ്ങളും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് വോൾട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള മാക്സിമം എഫിഷ്യൻസി, ബാറ്ററി ലൈഫ്, അങ്ങനത്തെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മളിതിൽ പറയുകയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ ഈ MPPTനെ പറ്റി പറയുമ്പോൾ ഇത് നിയോ 80LV എന്ന മോഡലാണ്. അപ്പോൾ മാക്സിമം 48 വോൾട്ടിൽ 4000 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആശാപവറിൻ്റെ നിയോ 80LV എന്ന മോഡൽ. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24 വോൾട്ടിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. അപ്പം 24 വോൾട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് മാക്സിമം 2000 വാട്ട്സിൻ്റെ പാനൽ വരെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണാൻ ജസ്റ്റ് നമ്മൾ സ്പെക്കും കാര്യങ്ങളൊന്നും പറയുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ഇത് സോളാർ ചാർജിങ് ഓൺ ഓഫ് എൻ്റെ സ്റ്റാറ്റസാണ് കാണിക്കുന്നത്. പിന്നെ സോളാർ ഉണ്ടോ, പ്രസൻസ് ഉണ്ടോ ഇല്ലേൻ്റെ സ്റ്റാറ്റസാണ് കാണിക്കുന്നത്. പിന്നെ സോളാറിലേക്ക് ലോഡ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കത്തും, അതാണുള്ളത്. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഇതിലൊന്ന് പ്രോബ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വോൾട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. പക്ഷേ നമുക്കിതിപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ഈ ടുഡേ ടോട്ടൽ റീഡിങ്സ്, യൂണിറ്റ്സ്, ബാറ്ററി വോൾട്ട്, സോളാർ വോൾട്ട്, അതുപോലെ തന്നെ ചാർജിങ് ആംബിയർ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളും നമുക്ക് പറയാം, ഇതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. വേറെ പ്രോബ്ലംസ് എന്ന് പറയുന്നതിന് ഗ്രീൻ ലൈറ്റ് ഇനി കത്തി അല്ലെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വോൾട്ടേജ് പാനൽ വോൾട്ട് കൂടിയാലും ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് പറയുന്നത് ഇതിൻ്റെ കാറ്റലോഗ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഓഫായി കിടക്കുകയാണെങ്കിൽ ഇനി വോൾട്ടേജ് കുറവാണ്, ബാറ്ററി വോൾട്ട് പറഞ്ഞ വോൾട്ടിനേക്കാളും കുറവാണ്, പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ പാനൽ ഡിസ്കണക്റ്റഡ് ആയിട്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ തന്നെ സോളാർ ചാർജിങ് സ്റ്റാറ്റസിൽ കാണിക്കുന്നത് സോളാർ ചാർജിങ് സ്റ്റാറ്റസ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് എങ്കിൽ സോളാർ ചാർജിങ് കറണ്ട് ഈസ് അബൌട്ട് 2 ആംപിയർ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് ഓണായിക്കാണെങ്കിൽ. ഇതിപ്പോൾ ഓഫാണ് എങ്കിൽ സോളാറിലേക്ക് 2 ആംപിയറിനായിട്ടും കുറവ് ചാർജിങ് കറണ്ട് ഉള്ളൂ, അപ്പോൾ ഇത് കത്തില്ല. ഇനി ഇത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അർത്ഥം എന്ന് വെച്ചാൽ ബൾക്ക് ചാർജിങ് ഇൻഡിക്കേഷനാണ് ഇത് ബ്ലിങ്ക് ചെയ്യുന്നത്. കാരണം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ബൾക്കായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രിഡിൽ നിന്നും മാറി പാനലിലേക്ക് ഇതിൻ്റെ ലോഡ് വരുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം ഓണായി കത്തി കിടക്കും. ഇനി അതുപോലെ തന്നെ ലോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഓഫായിരിക്കും. അതുപോലെ തന്നെ ഇത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി വോൾട്ട് കുറവാണ്, എത്രയും പെട്ടെന്ന് സോളാറിൽ നിന്നും ഗ്രിഡിലേക്ക് മാറും എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്കിതിൽ ഇതിൻ്റെ റീസെറ്റിംഗ് കാര്യങ്ങളേക്ക് നമുക്ക് പോവാം. ഇനി റീസെറ്റിംഗ് കാര്യങ്ങൾക്ക് നമുക്കിതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള MPPT ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് ഓഫായി. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടിയിൽ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് മോഡിലേക്ക് വരും. കണ്ട, അപ്പോൾ ഇത് റീസെറ്റ് മോഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി റീസെറ്റ് മോഡിൽ നമുക്ക് ഇതിലുള്ളത് ഫസ്റ്റായിട്ട് വരുന്നത് ഫ്ലോട്ട് ചാർജിങ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് വോൾട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് നോർമൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വോൾട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന വോൾട്ട് എത്രയാണെന്ന് വെച്ചാൽ 14.2 വോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിച്ച ബാറ്ററിയിലും ഉണ്ടാവും എത്ര വോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലോട്ട് വോൾട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 14.4 വോൾട്ടിൽ നമുക്ക് ഫ്ലോട്ട് വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 14.3 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിരിക്കും. ഇനി നമ്മളൊരു 13 തൊട്ട് ആണ് ഏറ്റവും കുറവ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളും മാക്സിമം ചാർജിങ് കിട്ടുക നമ്മൾ 14.4 14.3. അപ്പോൾ ഞാൻ 14.4ലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് ബൾക്ക് വോൾട്ട്. നമുക്ക് എത്ര വോൾട്ടാണ് ബൾക്ക് വോൾട്ട് നമുക്ക് ചാർജിങ് സെറ്റ് ചെയ്യുന്നത്
അപ്പോൾ അതിൻ്റെ സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ബൾക്ക് വോൾട്ട്. അപ്പം നമുക്ക് നോർമൽ ബൾക്ക് വോൾട്ട് സെറ്റ് ചെയ്യുന്നത് 14.5 മുതൽ 14.8 വോൾട്ടാണ് ബൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു 14.9 15 വെക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് 14.8 വോൾട്ട് വരെ ബൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആവാനും മാക്സിമം അതിൻ്റെ സൈക്കിൾസും കാര്യങ്ങളും കറക്റ്റ് ആവാനും കുറച്ചുകൂടി നല്ലതാണ്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് മാക്സിമം ആംബിയർ. മാക്സിമം ആംബിയർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബാറ്ററിയിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എത്ര ആംബിയറാണ് നമുക്കിതിൽ വരുന്നത്, എത്ര ആംബിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ നിന്നും വരുന്ന കറണ്ട് എത്രത്തോളം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെങ്കിൽ സാധിക്കും, ആ ഒരു ആംബിയറാണ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ബാറ്ററിയിലേക്ക് ഈ ബാറ്ററിയിലേക്ക് 220 ആംബിയറിൻ്റെ ബാറ്ററിക്ക് കമ്പനി പറയുന്നത് 10% കമ്പനി പറയുന്നത്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ നമ്മളൊരു 22 ആംബിയറാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് ചാർജിങ് ആയിട്ട് സാധിക്കുള്ളൂ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഇൻബിൽഡ് സോളാർ സിസ്റ്റം വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിങ് കറണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററിയിലേക്കുള്ള വോൾട്ടും കാര്യങ്ങളും ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് തന്നെ വരുന്ന ആ കറണ്ട് കൂടുതൽ, ഇപ്പോൾ നമ്മൾ 22 ആംബിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് 40 ആംബിയർ ആയിരിക്കും. പക്ഷെ നമുക്ക് 22 ആംബിയർ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് ബാറ്ററി കൂടുതൽ വോൾട്ട് ആംബിയർ കയറ്റി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡാണ് ഈ സെപ്പറേറ്റ് ആയിട്ട് MPPT വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഈ ബീക്കണ പോലത്തുള്ള ബാറ്ററി ഇവർ C10 ബാറ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം ചാർജിങ് ആംബിയർ 22 ആംബിയർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററി നമ്മൾ വാങ്ങിക്കുമ്പോൾ പിന്നെ എക്സൈഡ് പറയുന്നത് 20% പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എക്സൈഡ് പോലത്തെ ബാറ്ററിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആംബിയർ കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആംബിയർ കൂട്ടി വെച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പം നമ്മൾ കൂട്ടി ഒരു 30 ആംബിയർ, അതിന് ഒരു 40 ആംബിയർ. ഇപ്പോൾ ഒരു 200 ആഴ്ചൻ്റെ ബാറ്ററി 20% ആണെങ്കിൽ നമുക്ക് 40 ആംബിയറൊക്കെ വെക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഏകദേശം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ആംബിയർ കൂട്ടി വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആംബിയർ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആംബിയർ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. അതുപോലെ നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും വേണം. അപ്പോൾ ലോഡ് ഓൺ സോളാർ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും വേണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 ആംബിയർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 22 ആംബിയർ വരെ നമുക്ക് ബാറ്ററി ചാർജിങ് ആയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 22 വെക്കാനും പാടുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടി ഒരു 25-30 നമ്മൾ ആംബിയർ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സെപ്പറേറ്റ് MPPT വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ സോളാർ KCBയിൽ നിന്നും സോളാറിലേക്ക് മാറേണ്ട വോൾട്ടാണ് 14.2. ഇത് സിംഗിൾ ബാറ്ററിയുടെ ആണ് വരുന്നത്. നമ്മൾ സിംഗിൾ ബാറ്ററിക്ക് വയ്ക്കുന്നത് 14.2 വോൾട്ടിലേക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോളാറിലേക്ക് ഈ ലോഡ് നീല ലൈറ്റിലേക്ക് മാറും. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 14.2ലേക്ക് ആക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആകുമ്പോൾ അതിലേക്ക് മാറും. അപ്പോൾ ഇത് നമ്മൾ 14.2ലേക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇവർ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഗ്രിഡ് 12 വോൾട്ട് മിനിമം 14.2 സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മളൊരു 14.3ലേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ നമ്മൾ ഗ്രിഡ് സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ടൈം എടുത്ത് ഫുൾ ചാർജ് ആവുന്ന വരെ നമുക്ക് അതിലുള്ള സോളാറിൻ്റെ നമുക്കിപ്പോൾ ലോഡ് നമുക്ക് കിട്ടില്ല. അപ്പം മാക്സിമം ചാർജ് ചെയ്യിക്കാൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, കാരണം സൈക്കിൾസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഇനി ഇതെന്ന് പറയുന്നത് സോളാറിൽ നിന്നും ഗ്രിഡിലേക്ക് മാറുന്നത്. കാരണം എന്ന് വെച്ചാൽ സോളാറിൽ നിന്നും വോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിഡിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്ന വോൾട്ട് എന്ന് പറയുന്നത് സോളാർ ഗ്രിഡ് എന്ന് പറയുന്നത് 9 വോൾട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 9 വോൾട്ട് വരെ വർക്ക് ചെയ്യില്ല. മാക്സിമം 10.5 വരെയാണ് ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കൊരു നല്ലൊരു സെറ്റിംഗ് അനുസരിച്ച് 14.5 കാര്യങ്ങളാണ് നമുക്ക് സെറ്റ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് മാറുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14.6 സെറ്റ് ചെയ്ത്. അപ്പം നമ്മളൊരു 14.5. അപ്പോൾ നമ്മൾ ചില ബാറ്ററികൾ കൂടുതൽ വോൾട്ട് വരെ അതിൻ്റെ നിയറസ്റ്റ് ആകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബാക്കപ്പ് കാര്യങ്ങളും കിട്ടുക.
ചില ബാറ്ററികൾ ഒരു 12 വോൾട്ടൊക്കെ നല്ല ബാക്കപ്പും കാര്യങ്ങളും നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ സോളാർ ടു ഗ്രിഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ബ്ലിങ്ക് LED എന്ന് പറയുന്നത് 11.9. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 11.9 എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി നിയറസ്റ്റ് വോൾട്ട്. അപ്പോൾ നമുക്കൊരു 11.9 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് കുറച്ചും ബാക്കിലേക്ക് ആക്കുന്നത് വെച്ചാൽ അത് മാറാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ 11.9 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വോൾട്ട് കുറഞ്ഞിട്ട് ഗ്രിഡിലേക്കും പെട്ടെന്ന് ചാർജിലേക്ക് മാറാതിരിക്കും. ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോഡും കാര്യങ്ങളും കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് കൂടുതൽ അറിയാൻ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മെയിൻ ബോക്സ് മറ്റേ സ്വിച്ച് ബോർഡ് അവിടെയൊക്കെ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. ഇനി ബാറ്ററി നമ്മളിത് സെലക്ട് ചെയ്യുന്നത് എത്ര AHൻ്റെ ബാറ്ററിയാണ് നമ്മളിതിലേക്ക് വെച്ചിരിക്കുന്നത് ആ ഒരു സെറ്റ് ചെയ്യാനാണ് നമുക്കിതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു കുറഞ്ഞ ആംബിയർ തൊട്ടിട്ട് കൂടുതൽ എത്ര ആംബിയർ വരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യും. ഈവൻ നമ്മളിപ്പോൾ ലിഥിയം ബാറ്ററി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കാലിബർ ആംബിയർ ആണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ നോർമലി ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടത് കാലിബർ ആംബിയർ ആണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് ഒരു ഫ്ലൂക്കിൻ്റെ RMSൻ്റെ DC ക്ലാമീറ്റർ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് 130 ആണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസും കാര്യമാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കാലിബർ വോൾട്ട് നമുക്ക് ബാറ്ററിയിൽ ഇപ്പോൾ എത്ര വോൾട്ടാണ് ഇതിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ബാറ്ററിയുടെ വോൾട്ട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു RMS ക്ലാമീറ്റർ ഫ്ലൂക്കിൻ്റെ ക്ലാമീറ്റർ യൂസ് ചെയ്തിട്ട് വോൾട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഓപ്ഷൻ. അതാണ് ഈ ഓപ്ഷന് വരുന്നത്. ഇനി 10ാമത്തെ ഓപ്ഷൻ വരുന്നത് നമുക്കിത് ആംബിയർ ലിമിറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ 10ാമത്തെ ഓപ്ഷൻ വരുന്നത്. നമുക്ക് എത്ര ആംബിയറിലേക്ക് അതിലേക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എത്ര ആംബിയറിലേക്ക് ഇത് ചാർജിങ് ചെയ്താൽ മതി, ഇനീഷ്യേറ്റീവ് കറണ്ട് ആംബിയർ കുറയ്ക്കാനായിട്ട് മതി. അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനാണ് ഈ ആംബിയർ ലിമിറ്റിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. അതെപ്പോഴും 0യിലാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇതിലുള്ളൂ. ഈ ഓപ്ഷൻസ് ഇത്രയും സേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ബാങ്ക് 24 വോൾട്ട് VOC 50 to 165 ഇതാണ് അതിൻ്റെ ടെക്നിക്കലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് യൂണിറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ പോവും. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇപ്പുറത്തെ ഒരു മീറ്ററും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റ് റീഡിങ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ 25.4 വോൾട്ടാണ് നമുക്കിൽ ബാറ്ററി കാര്യം. സോളാർ വോൾട്ട് 90.8. അപ്പോൾ ഞാനിത് സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളും വരുന്നത്. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് തന്നെ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വോൾട്ടും കാര്യങ്ങൾ അതുപോലെ എൻ്റെ ഡാറ്റ ഷീറ്റും കൂടി നമുക്ക് കമ്പയർ ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളത്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് വോൾട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വോൾട്ടും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാറ്ററി വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാറ്ററി മാക്സിമം ആംബിയർ ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് വീഡിയോ ആണ്. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ബാറ്ററി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റി എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ MPPTനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ സ്പെക്കിലേക്ക് MPPT പോകുന്നതിനേക്കാൾ ലാഭം നോക്കുന്നതിനേക്കാളും നല്ലത് ഒരു 2000-3000 രൂപ ഡിഫറൻസ് ഉള്ളെങ്കിൽ 2 MPPTക്കാണ് കൂടുതൽ വാങ്ങിക്കാൻ നല്ലത്. കൂടുതൽ വോൾട്ട് അല്ലെങ്കിൽ വാട്ട്സ് ഉള്ള സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3000 വാട്ട്സിൻ്റെ പാനലൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു 1500 സപ്പോർട്ട് ചെയ്യുന്ന 2 MPPT ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാണ് കുറച്ച് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ MPPTനെ പറ്റി നമ്മളൊരു റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ഈ ടച്ച് മീൻസ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എൻ്റെ സിസ്റ്റമൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കൂട്ടുമ്പോൾ ചിലപ്പോൾ കുറയുമ്പോൾ കൂട്ടും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ആശാപവറിനുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഓപ്ഷൻസ് ഞെക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡിലേ വരുന്നുണ്ട്. ചിലപ്പോൾ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ മാറില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ സിംഗിൾ ടൈം യൂസ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഇതിൽ നമുക്ക് മാറ്റേണ്ടതും പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ സ്പെക്ക് വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ മൊത്തത്തിൽ റിവ്യൂ പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇതിന് മേലൊരു ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ടേഴ്സ് കാര്യങ്ങൾ അതൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല.
ഡിസ്പ്ലേ കാണാൻ നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ ലാഗും കാര്യങ്ങളും വരുന്നത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരനെ എങ്ങനെ സിമ്പിളായിട്ട് MPPT കോൺഫിഗർ ചെയ്യാം എന്നാണ് നമ്മൾ വീഡിയോ മാക്സിമം കണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ആരെങ്കിലും MPPT വാങ്ങിച്ചിട്ടുണ്ട്, അവരെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പ്രൊഡക്ഷൻ കുറവാണ്, കറക്റ്റായിട്ടുള്ള വോൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതൊന്ന് ഷെയർ ചെയ്തും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാനും അവർക്ക് യൂസ് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.